ഇന്ന് എന്നോടൊപ്പം ഡോക്ടേഴ്സ് ടോക്കിങ്ങിൽ ഉള്ളത് ലക്ഷ്മി അമ്മാൾ മാമാണ്, SUT ഹോസ്പിറ്റൽ ഗൈനക്കോളജി വിഭാഗം. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. നമസ്കാരം ഡോക്ടർ. ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് നടന്നു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് പ്രഗ്നൻസി ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും? നമുക്ക് ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് അണ്ടവും ബീജവും കൂടെ ചേർന്നാൽ മാത്രമല്ലേ പ്രഗ്നൻസി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ അണ്ടവും ബീജവും ചേർന്ന് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ആ ഇന്റർകോഴ്സ് നടന്നു കഴിഞ്ഞാൽ 2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് പ്രഗ്നൻസി സ്ഥിരീകരിക്കാൻ പറ്റും. ഇപ്പോൾ ഒരാളുടെ മാസക്കുളി കൃത്യം 28 ദിവസമാണ് വരുന്നത്. അവർ ആ 14-ാമത്തെ ദിവസം ബന്ധപ്പെട്ടു എന്ന് വിചാരിച്ചോളൂ. 29-ാമത്തെ ദിവസം യൂറിൻ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പറയുന്നത് മാസക്കുളിയുടെ ഡേറ്റ് കഴിഞ്ഞ് 2 ദിവസത്തിനകം നമുക്കറിയാൻ പറ്റും. കാര്യം നമ്മളുടെ യൂറിൻ പ്രഗ്നൻസി കിറ്റെല്ലാം വളരെ സെൻസിറ്റീവാണ്. ഒരു കുറച്ച് 5 പിന്നെ ഇതിനകത്ത് യൂണിറ്റിൽ കൂടുതൽ ഈ β-HCG എന്നുള്ള ഹോർമോണിൻ്റെ പ്രസൻസ് ആണ് പ്രഗ്നൻസി നോക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് 5 മില്ലി യൂണിറ്റ്സിൽ കൂടുതലായി കഴിഞ്ഞാൽ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആകും. വളരെ സെൻസിറ്റീവാണ്. അല്ല, നമ്മൾ വളരെ ആങ്ഷ്യസ് ആണെങ്കിൽ നമുക്ക് ബ്ലഡിലെ β-HCG നോക്കാം. അത് ബന്ധപ്പെട്ട് ഒരാഴ്ച കഴിയുമ്പോൾ തുടങ്ങി 8-ാമത്തെ ദിവസം 9-ാമത്തെ ദിവസം ബ്ലഡിൽ β-HCG നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മൾ എന്ത് പ്രഗ്നൻസി സ്ഥിരീകരിച്ചാലും അത് നോർമലായിട്ട് അങ്ങോട്ട് പോകണം എന്നില്ല. കാര്യം ഒരു ലേഡീസ് ഒരു 100 പേര് പ്രഗ്നൻ്റ് ആയാൽ നോർമലി തന്നെ 15 പേര് അബോർഷനാവും. അതൊരു വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഗർഭമലസി ഹ്യൂമൻ പ്രഗ്നൻസി വേസ്റ്റേജ് എന്നാണ് നമ്മൾ പറയുന്നത്. 100 പേര് പ്രഗ്നൻ്റ് ആയാൽ 10 തൊട്ട് 15 പേരുടെ പ്രഗ്നൻസി അലസിപ്പോവും. നമുക്കൊക്കെ കേരളത്തിലൊക്കെ ഇപ്പം എല്ലാവരും പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ, പഠിച്ച കുട്ടികൾ, ജോലി വാങ്ങിച്ച് തൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്കൊക്കെ ഒന്നേ വേണ്ടെന്നാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇതൊക്കെ ഒരു ശല്യം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാലും ഒരു കുട്ടി മതി, അല്ലെങ്കിൽ 2 കുട്ടി. അപ്പോൾ ഈ ഒരു കുട്ടി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു ഭയങ്കര പ്രതീക്ഷയാണ്. അപ്പോൾ പലർക്കും ഈ 6 ആഴ്ചയിലോ 8 ആഴ്ചയിലോ അബോർഷൻ ആകുന്നത് താങ്ങാനേ പറ്റാറില്ല. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന സ്ത്രീകളോട് ഞാൻ പറയും, പെൺകുട്ടികളോട് ഞാൻ പറയും, പ്രഗ്നൻ്റ് ആയി എന്ന് വിചാരിച്ചത് മുമ്പോട്ട് പോകണം എന്നില്ല. പല പല കാര്യങ്ങളുണ്ട്. ഈ അബോർഷൻ അലസിപ്പോവുക എന്ന് പറയുന്നത് നമ്മളുടെ പ്രകൃതി നമുക്ക് തന്നൊരു വരദാനമാണ്. അതായത് നല്ലതല്ലാത്ത അണ്ടവും ബീജവും എപ്പോൾ ഒന്നിച്ചു ചേരുന്നു, നല്ലതല്ലാത്ത ഒരു കുഞ്ഞാണ് ഗർഭാശയത്തിൽ വളരുന്നതെങ്കിൽ നമുക്കതിനോട് വളരെയധികം അറ്റാച്ച്മെൻറ്റ് തോന്നുന്നതിന് മുമ്പ് അതിനെ കളയുക. അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. സർവൈവ് ചെയ്യാൻ പറ്റാത്തതിനെ നേരത്തെ ഒഴിവാക്കുക. അതുകൊണ്ട് ഈ ഗർഭം അലസി എന്ന് പറഞ്ഞ് കരച്ചിലും ബഹളവും ഒന്നും പാടില്ല. ആലോചിച്ചുകൊണ്ട് വരൂ. ഞാൻ 100-ൽ 10-ൽ ഒരാളായിട്ടാണ് ഞാൻ വരുന്നതെങ്കിൽ എൻ്റെ ഗർഭം അലസി പോകുമെന്ന് വിചാരിക്കണം. കാര്യം ഈ കുട്ടികളുടെയൊക്കെ റിയാക്ഷൻ ഭയങ്കരമാണ്. ഒന്ന് അലസിപ്പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്കവരെ സമാധാനിപ്പിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിൽ നിന്ന് പോകാമെന്നല്ല. പല പല ഘട്ടങ്ങളിൽ അതിന് പല പല പ്രശ്നങ്ങൾ വരാം. എസ്പെഷ്യലി ആദ്യത്തെ 10 ആഴ്ചയ്ക്കുള്ളിൽ. 10 ആഴ്ച കടന്നു കഴിഞ്ഞാൽ പിന്നെ 100-ക്ക് 3 പേരെ അബോർഷനിലോട്ട് പോവുള്ളൂ. ഒരു കടമ്പയാണ് 9 ആഴ്ച 10 ആഴ്ച എന്ന് പറയുന്നത്. ഡോക്ടർ, ഒരു കുഞ്ഞിന് വേണ്ടി തയ്യാറെടുക്കാൻ താല്പര്യമില്ലാത്ത ദമ്പതികൾ കാണുമല്ലോ, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴൊന്നും കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ദമ്പതികൾക്ക് സെക്സ് ചെയ്യുമ്പോൾ മാസത്തിലെ ഏതൊക്കെ ദിവസങ്ങളിലായിരിക്കും ചെയ്തു കഴിഞ്ഞാൽ പ്രഗ്നൻസി ഉണ്ടാവാതിരിക്കുന്നത്? ഇത് നമ്മൾ പറയുന്നത് സേഫ് പീരിയഡ് എന്നാണ് പറയുന്നത്. പക്ഷേ സേഫ് പീരിയഡ് പലപ്പോഴും അൺസേഫായി മാറാറുണ്ട്. കാര്യം നമുക്ക് നമ്മളുടെ അണ്ടോൽപാദനം കൃത്യമായിട്ട് മാസക്കുളി നടക്കുന്നവർക്ക് നമുക്ക് പറയാൻ പറ്റുമെങ്കിലും പല പല കാരണങ്ങൾ കൊണ്ട് ഈ അണ്ടോൽപാദനത്തിന് ഒരു നേരത്തെ ആകാൻ ചിലപ്പോൾ ഇച്ചിരി താമസിച്ചു പോകാം. എന്നാലും ഒരു ജനറൽ റൂൾ എന്ന നിലയ്ക്ക് മാസക്കുളി കൃത്യമായിട്ട് വരുന്നൊരു കുട്ടിക്ക് ഒരു 14-ാമത്തെ ദിവസം, 12-നും 16-ാമത്തെ ദിവസത്തിനും ഇടയ്ക്കായിരിക്കും അണ്ടോൽപാദനം നടക്കുന്നത്. അപ്പോൾ ഈ 12-ാമത്തെ ദിവസം അണ്ടോൽപാദനം നടന്നാലും ഞാൻ പറഞ്ഞല്ലോ, ബീജത്തിന് 3 ദിവസം വയറ്റിൽ ആരോഗ്യമായിട്ട് നിൽക്കാൻ പറ്റും. അപ്പോൾ ഈ 12-ാമത്തെ ദിവസത്തിലാണ് അണ്ടോൽപാദനം നടക്കുന്നതെങ്കിൽ അവരുടെ കോണ്ടാക്ട് 10-ൻ്റെ അന്നാണെങ്കിലും അവർ പ്രഗ്നൻ്റ് ആവും.
കാര്യം ഈ ബീജം 2 ദിവസം അവിടെ നിൽക്കുകയും 12ാമത്തെ ദിവസം വരുന്ന അണ്ടത്തിനെ അത് പ്രഗ്നന്റ് ആക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? അതുപോലെ നമ്മൾ 12നും 16നും ഇടയ്ക്കല്ലേ, അപ്പോൾ 16ാമത്തെ ദിവസം അണ്ടോൽപാദനം നടന്ന ഒരു സ്ത്രീക്ക് അത് 24 മണിക്കൂറിൽ നിൽക്കും. അപ്പോൾ 17ാമത്തെ ദിവസം ബന്ധപ്പെട്ടാലും അവർ പ്രഗ്നൻ്റ് ആവും. എന്നാലും ആ 3 ദിവസം ഇങ്ങോട്ടും അങ്ങോട്ടും ഇട്ടിട്ട് നമുക്ക് പറയാം 9ാമത്തെ ദിവസം തുടങ്ങി 18ാമത്തെ ദിവസം വരെ റിലേറ്റീവ്ലി സേഫാണ്. ആ പീരിയഡിൽ ഡേഞ്ചറസ് ആണ്. അതായത് മാസക്കുളി തുടങ്ങി 9ാമത്തെ ദിവസം തുടങ്ങി 18ാമത്തെ ദിവസം വരെ ബന്ധപ്പെട്ടാൽ ഗർഭിണിയാകാനുള്ള സാധ്യത കൂടുതലാണ്. അത് സേഫ് അല്ല, അൺസേഫ് ആണ്. മാസക്കുളി തുടങ്ങി 9ാമത്തെ ദിവസം വരെ ബന്ധപ്പെടാം, 18ാമത്തെ ദിവസം തുടങ്ങി അങ്ങോട്ടും ബന്ധപ്പെടാം, അടുത്ത മാസക്കുളി വരെയും ബന്ധപ്പെടാം. റിലേറ്റീവ്ലി സേഫ് ആണ്. എന്നാലും കൃത്യമായിട്ട് നമുക്ക് അങ്ങോട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഇത് ഈ സമയം സേഫ് ആണ്. ഓക്കെ, എല്ലാം ഒരു മാത്തമെറ്റിക്കൽ രീതിയിൽ പോകണം. ഡോക്ടർ, ഈ പുൾ ഔട്ട് മെത്തേഡ് അത് എത്രത്തോളം ഫലപ്രദമാണ്? ഈ ലൈംഗിക ബന്ധത്തിൽ വരുമ്പോൾ പുൾ ഔട്ട് ചെയ്യുന്നത്, അതായത് നമ്മൾ ഇജാക്കുലേഷൻ നടക്കുന്നതിന് മുമ്പ്, അതായത് സെമൻ നമ്മൾ വെജൈനയിൽ വീഴുന്നതിന് മുൻപ് പിന്നെ മെയിലിൻ്റെ ഓർഗൻ പെനിസ് അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ അത് പ്രഗ്നൻസി തടയുമോ എന്നുള്ളതാണ് ചോദ്യം. അത് വളരെ, ഞാൻ നേരത്തെ പറഞ്ഞു, കോയിറ്റസ് ഇൻട്രപ്റ്റസ് എന്ന് പറഞ്ഞ് ഇതിനെ ബേസ് ചെയ്ത് ഒരു ഗർഭനിരോധന മാർഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ബീജം വീഴുന്നതിന് മുമ്പ് അവർ ബാക്കി ഫർദർ സെക്സിൽ നിന്ന് പിന്മാറുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ആയാൽ അത് പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യാമോ എന്നുള്ളതാണ്. പക്ഷെ എന്താണെന്നറിയോ, നമ്മൾ ഈ ആക്ച്വൽ ഇജാക്കുലേഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ ആ മെയിൽ പെനിസിൽ നിന്ന് കുറച്ച് ദ്രാവകങ്ങൾ വരാം. നമ്മൾ പറയുന്നത് ആ ഇജാക്കുലേറ്റഡ് ഫ്ലൂയിഡിൽ മാത്രമേ സ്പേംസ് സാധാരണ വരാറുള്ളൂ എന്നാണ്. പക്ഷേ അപൂർവമായിട്ട് ഈ ആദ്യം വരുന്ന ഫ്ലൂയിഡിൽ തന്നെ ചിലപ്പോൾ സ്പേംസ് ഉണ്ടാവാം. ഒരു സ്പേം മതിയല്ലോ പ്രഗ്നൻ്റ് ആക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് അത് നമുക്കൊരു തീർച്ചയായിട്ടും പ്രഗ്നൻ്റ് ആവില്ല നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്പർ 1, ഈ പുൾ ഔട്ട് മെത്തേഡ്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷണൽ കൾമിനേഷനാണ് ഇജാക്കുലേഷൻ എന്ന് പറയുന്നത്. ആ ഒരു സെക്ഷുവൽ ഫീലിങ്ങിൻ്റെ പരമോന്നത അവസ്ഥയാണ്. പല ആൾക്കാർക്കും ഈ പുൾ ഔട്ട് സാധിക്കാതെ പോകും. മാത്രമല്ല, പുൾ ഔട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കുറവും വരും. അതുകൊണ്ട് ഈ പുൾ ഔട്ട് മെത്തേഡ് ഒരു ഫലവത്തായ മാർഗമല്ല എന്ന് തന്നെ പറയാം. ഡോക്ടർ, ഇത് അല്ലാതെ വേറൊരു ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ്, അതായത് ഈ 6 വീക്സ് വരെ നമ്മുടെ കുഞ്ഞ് എന്ന് പറയുന്നത് പെൺകുട്ടികളായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെയാണോ? അതിനുശേഷം മാത്രമേ അത് ആൺകുട്ടികളിലേക്ക് ബീജവും പിന്നെ അണ്ടവും തമ്മിൽ സങ്കലനം നടക്കുമ്പോൾ തന്നെ, അതായത് നമ്മൾ XY ആണെങ്കിൽ ഒരു പുരുഷനും XX ആണെങ്കിൽ സ്ത്രീയും എന്നുള്ളതാണല്ലോ. അപ്പോൾ നമുക്ക് ഈ പിന്നെ അണ്ടത്തിന് X ആണുള്ളതെങ്കിൽ പുരുഷന്റെ ബീജം Y ആണ് കിട്ടുന്നതെങ്കിൽ അത് പുരുഷ ബീജം തന്നെയായിരിക്കും. ആ സങ്കലനത്തിന്റെ സമയത്ത് തന്നെ അത് തീരുമാനമാവും സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളത്. ഓക്കെ. പിന്നെ അതിനകത്ത് കുറെ സയന്റിഫിക് ഫാക്ടേഴ്സ് ഉണ്ട്. അത് മെയിലിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അത് ആ സമയത്ത് തന്നെ തീരുമാനമാവും. നമ്മളുടെ പഴയ കാലത്ത് അമ്മമാരൊക്കെ ഉണ്ടല്ലോ, ഇന്ന ദിവസങ്ങളിൽ കുഴക്കട്ട ദൈവത്തിന് നേദിച്ചു കഴിഞ്ഞാൽ അത് ഗർഭം കഴിഞ്ഞിട്ട് എല്ലാ മാസവും അമാവാസി ദിവസത്തില് പിന്നെ ഗണപതിക്ക് കുഴക്കട്ട നേദിച്ചാൽ അത് ആൺകുട്ടിയാവും. അങ്ങനെയൊക്കെ അപ്പോഴൊക്കെ അങ്ങനെയൊക്കെ പറയുന്നവരടുത്ത് ഞാൻ മനസ്സിൽ വിചാരിക്കും, ഇത് നടന്ന സമയത്ത് തന്നെ തീരുമാനമായിട്ടുണ്ടോ പെണ്ണോ. പിന്നെ കുഴക്കട്ടയല്ലേ, ഗണപതിക്ക് തിന്നുന്നതിന്റെ കൂട്ടത്തിൽ ബാക്കിയുള്ളവർക്കും തിന്നാൻ കിട്ടുമല്ലോ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഒരുപാട് സംശയങ്ങൾ നമുക്ക് ദൂരീകരിച്ചു തന്നു. ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം പ്രഗ്നൻസി ആകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും പ്രഗ്നൻസി കഴിഞ്ഞ് അതിന് ശേഷം എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചും എല്ലാം പറഞ്ഞു തന്നു. വളരെയധികം നന്ദി. താങ്ക് യു.